ഹലോ ഗായ്സ്, ഇന്നലെ രാത്രിയാണ് അറിയുന്നത് ഇന്ന് എക്സാം ആണെന്ന്. ഇവിടെ ഇങ്ങനെയൊക്കെയാ, എക്സാമിൻ്റെ ടൈമിലേ പറയൂ എക്സാം ആണെന്ന്. എക്സാമിനെ പറ്റി ഒരു ഐഡിയ ഇല്ല, കാരണം കമ്മ്യൂണിറ്റി ആണ്. എല്ലാം എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, പറ്റുന്നതൊക്കെ എടുക്കാം. അപ്പോൾ അതിന് പോവാൻ റെഡി ആയിട്ട് നിൽക്കുക. ബസ് ഒരു 8:45 ആകുമ്പോൾ വരും. ഞങ്ങൾക്കപ്പോൾ കോളേജിലോട്ട് വേണം. അപ്പോൾ പോവുകയാണേ. ഇവിടെ തന്നെ വന്നൊരു ആളാണ്, ഇവിടെ അങ്ങനെ ഞങ്ങൾ കണ്ടിട്ടില്ല. പുള്ളി ഫുഡും തപ്പി വന്നതാന്നാ തോന്നേ. കുറച്ച് പഴം കൊടുത്തു അതിന്. ആഹാ, ബസ് വന്നിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. നേരെ കോളേജിലേക്ക് വെച്ച് പിടിച്ചു. ചെന്നപ്പോഴേക്ക് ഹോസ്റ്റലിലുള്ള എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ബസ്സിലെ സീറ്റും ഫില്ലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതൊക്കെയോ സൈഡിൽ സീറ്റ് കിട്ടി. ഉള്ള സീറ്റ് ഞങ്ങളിരുന്നു. ഞങ്ങളുടെ കോളേജ് എക്സാം സെൻറ്റർ അല്ലാത്തത് കൊണ്ട് തന്നെ വേറെ കോളേജിൽ പോയാൽ ഞങ്ങൾക്കും പ്രാക്ടിക്കലും തിയറി എല്ലാം എഴുതേണ്ടത്. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാം ആയതുകൊണ്ട് വലുതായിട്ട് പഠിക്കാനൊന്നുമില്ല, എങ്കിലും കുറച്ചൊക്കെ നോക്കാനുണ്ട്. അതൊക്കെ ഇരുന്ന് നോക്കുമായിരുന്നു. അന്നെ അവിടെ എന്നില്ല, എല്ലാരും മേടിച്ചോണ്ട് പോയി. എല്ലാവർക്കും ഓരോ ബാഗ് പോയി ഗൈസ്. ഞങ്ങൾക്ക് 14 പേർക്ക് എക്സാം. പ്രാക്ടിക്കൽ എക്സാം 3G ആയി. അവരെന്നെ ഗെറ്റ് ഔട്ട് അടിച്ചു ഗൈസ്. ഈ എക്സാമിൻ്റെ ഇടയ്ക്ക് ഒരു ട്വിസ്റ്റ് ഉണ്ടായി. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് മാത്രമേ ഇന്ന് എക്സാം നടത്തിയുള്ളൂ. ബാക്കി പകുതിയോളം പേരും എക്സാം എഴുതാൻ പറ്റിയില്ല. അവർക്ക് ഇനി നാളെ വീണ്ടും വരേണ്ടി വരും. എക്സാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബസ്സിൽ കയറി കോളേജിലേക്ക് പോയി. ഞങ്ങൾ എക്സാം എഴുതിയില്ല, അങ്ങനെ ഞങ്ങൾ കുറച്ചുപേര് മാത്രമേ ഞങ്ങൾക്ക് ചാൻസ് കിട്ടിയുള്ളൂ. അത് നല്ല 8ന്റെ പണിയായിരുന്നു. എക്സാം കഴിഞ്ഞു ഗൈസ്. എന്റെ കഴിഞ്ഞില്ല. എക്സാം നടന്നില്ല. ബാഗില്ലാത്തോണ്ട് നാളെ വീണ്ടും ബുക്കിന് രാവിലെ ഒരുങ്ങി കെട്ടിനി പോണം. രാവിലെ